ദുബായ് US കോൺസുലേറ്റിന് സമീപം ഡ്രോൺ ആക്രമണത്തിൽ ചെറിയ തീപിടുത്തം ഉണ്ടായി എന്നാണ് വിവരം. സേനാംഗങ്ങൾ ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആർക്കും പരിക്കേറ്റിട്ടില്ല. പ്രജിത് മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേർന്നത്. പ്രജിത്ത്, ഈ അശാന്തി എന്നൊഴിയുമെന്നുള്ള ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ആ ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പോൾ ചില ഡ്രോൺ ആക്രമണത്തിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ഇന്ത്യക്കാരുള്ള പ്രദേശമാണ്, നിരവധി മലയാളികളുള്ള മേഖലയാണ്. അവരുടെ കുടുംബങ്ങൾ എല്ലാം തന്നെ വലിയ ആശങ്കയിലാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോൾ പുതിയ ആക്രമണങ്ങളാണ് ഗൾഫ് മേഖലകളിൽ നിന്ന് എമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ സൗദിയിൽ US കോൺസുലേറ്റിലേക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ പറ്റിയുള്ള വാർത്തകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, US കോൺസുലേറ്റിലേക്ക് നടത്തിയ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എങ്കിലും ആളപായം ഉണ്ടായില്ല എങ്കിലും അതിൽ ചെറിയ തീപിടുത്തമൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ കുവൈറ്റിലേക്കുള്ള ആക്രമണങ്ങൾ ചെറുത്തതായിട്ടുള്ള ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ചെറുത്തതായിട്ടുള്ള റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇനി ഇത് സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇറാനിലേക്കും സമാനമായ രീതിയിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങൾ തുടരുന്നു. ഏതാണ്ട് 200ഓളം ഫൈറ്റർ ജെറ്റുകൾ ഈ മേഖലയിലേക്ക് ആക്രമണം നടത്തി എന്നുള്ളതാണ് അമേരിക്ക അറിയിക്കുന്നത്. 2000 കേന്ദ്രങ്ങൾ എങ്കിലും ഇതുവരെ ഇറാനിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അമേരിക്കയുടെ സെൻകോം പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ അല്ലെങ്കിൽ അവർ പുറത്തുവിടുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ വലിയ ആക്രമണം രണ്ട് വശത്തേക്കും നടക്കുകയാണ്. ഒരു വശത്ത് US-ഉം ഇസ്രായേലും ഇറാനിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു. അതിന് മറുപടി എന്നോണം GCC രാജ്യങ്ങളിലെ വിവിധ കേന്ദ്രങ്ങൾ, അതിൽ സിവിലിയൻ കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഈ ഘട്ടത്തിൽ വരുന്നത് ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി മകൻ മുജ്തബയെ തീരുമാനിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ഈ ആയത്തുള്ള അലി ഖമേനിയുടെ മകനായിട്ടുള്ള മുജ്തബ ഇനി ഇറാൻ്റെ സുപ്രീം ലീഡറായി മാറിയേക്കും എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതിൽ IRGCയുടെ നിർണായക സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ തീരുമാനത്തിലേക്ക് പോയത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഖമേനിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ അടുത്ത തലമുറ സുപ്രീം ലീഡറായി വരുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അത് ഇറാനിൽ തന്നെ വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾക്കൊക്കെ വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ സ്കോളർമാർക്കിടയിലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിലുള്ള ചേരിതിരിവുമൊക്കെ ഏത് രീതിയിൽ അവർ ഈ തീരുമാനത്തെ അംഗീകരിക്കുമെന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അതൊരു സൂചന മാത്രമാണ്. IRGCയുടെ ഇറാനിലെ മതപരമായിട്ടുള്ള ഭരണത്തിൻ്റെ തുടർച്ച ഉറപ്പാക്കാൻ വേണ്ടി രൂപീകരിച്ച അയത്തുള്ള അലി ഖമേനി തന്നെ രൂപീകരിച്ചിട്ടുള്ള IRGCയുടെ പിന്തുണ മകന് ലഭിക്കുന്നതോടുകൂടി മകൻ അടുത്ത സുപ്രീം ലീഡറായി മാറാനുള്ള എല്ലാ സാധ്യതയുമാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. അപ്പം ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുമെന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിലവിൽ അമേരിക്കയുടെ ആക്രമണങ്ങൾ തുടർച്ചയാകുന്ന സാഹചര്യത്തിൽ ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുകയാണെങ്കിൽ അവിടേക്ക് എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട IRGC നേതാക്കളെയും അതോടൊപ്പം തന്നെ ഇറാൻ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ അമേരിക്ക ടാർഗറ്റ് ചെയ്യാനുള്ള ശ്രമമുണ്ട്, അല്ലെങ്കിൽ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലൊരു പരസ്യ ചടങ്ങായിരിക്കും, പബ്ലിക്കായിട്ടുള്ള ചടങ്ങായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. അതോടൊപ്പം മകനെ പുതിയ സുപ്രീം ലീഡറായിട്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ ഇതിലൊക്കെ കുറച്ചുകൂടി ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വേണ്ടി വരും. ഒപ്പം ഈ ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തിൻ്റെ ഭാഗമായി ചില ചീളുകൾ പതിച്ചൊരു പെൺകുട്ടി UAEയിൽ മരണത്തിന് കീഴടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, സിവിലിയൻ ലൈഫിന് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നു. അപ്പോഴും രണ്ട് ഭാഗത്ത് നിന്നും ഈ ആക്രമണത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിലപാടുമില്ല എന്നുള്ളതാണ്. ഇറാനുമായി ചർച്ചയ്ക്കില്ലെന്ന് അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാനും നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പല ലോകരാഷ്ട്രങ്ങളും ഈ വെടിനിർത്തലടക്കമുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് വരുന്നതൊക്കെ ഫലത്തിൽ രണ്ട് കക്ഷികളും ചെവി കൊടുക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നു. എന്തായാലും ആക്രമണങ്ങൾ തുടരുകയാണ്, അതോടൊപ്പം തന്നെയുള്ള അപകടങ്ങളും മരണങ്ങളും ഒക്കെ തുടരുകയും ചെയ്യുന്നു. പ്രജിത്ത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഫ്രാൻസ് ഇതിൽ ഇടപെടുമെന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നു. ഒപ്പം ഹിസ്ബുല്ലയും അടങ്ങിയിരിക്കില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. അപ്പോൾ മറ്റ് ലോകശക്തികൾ കൂടി ഇതിൽ ഇടപെടുമ്പോൾ ഈ യുദ്ധം ഇപ്പോഴൊന്നും ഒടുങ്ങില്ല എന്ന തരത്തിലുള്ള സൂചനകൾ കൂടിയല്ലേ പുറത്തു വരുന്നത്? ഫ്രാൻസിൻ്റെ ഒരു നേവൽ ബേസിലേക്ക് ഇറാനിയൻ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അവരുടെ ഒരു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ ഫ്രാൻസ് ഇവിടേക്ക് അയക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഫ്രാൻസ് ഈ വിഷയത്തിലെടുക്കുന്ന നിലപാടുകൾ നിർണായകമാകും. പ്രത്യേകിച്ച് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ ബ്രിട്ടനോടും അതോടൊപ്പം തന്നെ സ്പെയിനോടുമൊക്കെ
ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പരസ്യമായ നീരസം പ്രകടിപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഫ്രാൻസ് അങ്ങനെ ഒരു നിലപാടെടുക്കുമോ എന്നുള്ള, അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കില്ല അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കും എന്നൊരു നിലപാട്, പൂർണ്ണമായൊരു നിലപാടിലേക്ക് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ സ്വന്തം താല്പര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഫ്രാൻസ് പോലെയുള്ള ഒരു സൂപ്പർ പവറിന്, ഒരു യൂറോപ്പ് ശക്തിക്ക് ആ രീതിയിലുള്ള മറുപടി തിരിച്ചു നൽകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനിയും ആക്രമണങ്ങൾ ഫ്രാൻസിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ വന്നാൽ ഫ്രാൻസും ഈ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ GCC രാജ്യങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ UAE അടക്കമുള്ള രാജ്യങ്ങൾ തിരിച്ചടിക്ക് കോപ്പുകൂട്ടുന്നു എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ടെല്ലവീവിലേക്ക് UAEയുടെ ഒരു പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ രാജ്യങ്ങളും സമാനമായ രീതിയിലേക്ക് ഒരു തിരിച്ചടിയിലേക്ക് പോകണം എന്നുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവയെല്ലാം ഒരു ടിപ്പിംഗ് പോയിന്റ് കഴിഞ്ഞാൽ, ഇറാൻ്റെ ഈ പ്രകോപനം തുടരുകയും ചെയ്താൽ സ്വാഭാവികമായും യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്നുള്ളതാണ്. എന്തായാലും നിലവിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന പശ്ചിമേഷ്യൻ മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്ന യുദ്ധമായി അത് മാറുകയാണ്. ഒരു പക്ഷേ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഇതിലേതെങ്കിലും രീതിയിലൊരു അമേരിക്കൻ യുദ്ധത്തിനൊപ്പം ചേരുകയാണെങ്കിൽ ഇറാനിലെ ഈ യുദ്ധം, പശ്ചിമേഷ്യയിലെ യുദ്ധം അത് യൂറോപ്പിലേക്ക് കൂടി വലിച്ചിഴക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അപകടകരമായ വശം. അവിടെയും ഈ പറയുന്ന രീതിയിൽ നിരവധി മലയാളികളും ഭാരതീയരും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അത്തരം മേഖലകളിലേക്ക് യുദ്ധം നീട്ടിക്കൊണ്ട് പോകുന്നത് അത് വലിയ നാശനഷ്ടങ്ങൾക്കൊക്കെ കാരണമാകുമെന്നുള്ളതിലും തർക്കമില്ല. എന്തായാലും UK പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ അപ്പോഴും അവരുടെ സൈപ്രസിലും മറ്റുമുള്ള അവരുടെ ബേസുകൾക്ക് നേരെയും ഒക്കെ ഈ ആക്രമണങ്ങൾ നടക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യമായിട്ടുള്ള കാര്യം. എന്തായാലും യുദ്ധം വ്യാപിക്കും എന്ന രീതിയിലേക്ക് തന്നെയാണ് നിലവിലത്തെ ചർച്ചകൾ പോകുന്നത്. പക്ഷേ അത് എപ്പോൾ, എങ്ങനെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഫ്രാൻസ് ഈ യുദ്ധത്തിൽ നേരിട്ട് എന്നുതൊട്ട് പങ്കെടുക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പങ്കെടുക്കലിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഭാവി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഹിസ്ബുള്ള അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഹിസ്ബുള്ള ഈ യുദ്ധം തുടങ്ങിയതോടെ ഹിസ്ബുള്ളയ്ക്ക് വലിയ പ്രതിസന്ധികൾ അല്ലെങ്കിൽ വലിയ തിരിച്ചടികളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യമൊക്കെ നൽകിയിരുന്നു, അല്ലെങ്കിൽ ഏകദേശം അവരുടെ നിയന്ത്രണത്തിലുള്ള മേഖലകളുമൊക്കെ നിരവധി ഉണ്ട്. പക്ഷേ അപ്പോഴും ലെബനീസ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഹിസ്ബുള്ള നടത്തുന്ന ഈ പ്രകോപനങ്ങളെ ഇനി അംഗീകരിച്ച് മുന്നോട്ട് പോകണ്ട എന്നൊരു നിലപാടിലേക്ക് ഇടയ്ക്ക് പോയിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ ലെബനീസ് സേനയ്ക്ക് നിർദ്ദേശമൊക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇസ്രായേലിൻ്റെ കരയുദ്ധവും നടക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ലെബനനിലെ സർക്കാരിൻ്റെ പിന്തുണയോ അവിടുത്തെ സൈന്യത്തിൻ്റെ പിന്തുണയോ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു വശത്ത് ആ ഒരു പ്രശ്നവും നിലനിൽക്കുന്നു, മറുവശത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളും തുടർച്ചയായിട്ടുണ്ടാകുന്നു. അങ്ങനെ ഹിസ്ബുള്ള വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇസ്രായേൽ ആകട്ടെ എല്ലാ ഫ്രണ്ടിലും, പ്രത്യേകിച്ച് ഇറാനിലും അതോടെ തന്നെ ലെബനനിലുമെല്ലാം വളരെ ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. ഏതെങ്കിലും രീതിയിൽ പിന്നോട്ട് പോകുന്ന ഒരു സമീപനവുമില്ല. ഒരു പക്ഷേ ഇതാണ് ഹമാസിനെ തുടച്ചു നീക്കിയതുപോലെ ഹിസ്ബുള്ളയെ തുടച്ചു നീക്കാനുള്ള അവസരം ഇതാണെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നുണ്ടാകണം. അതോടൊപ്പം ഇറാനിലും ഇതൊരു അന്തിമ യുദ്ധമായി ഇസ്രായേൽ കണക്കാക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ. കാരണം ഇതാണ് അവസരം. ഈ അവസരത്തിൽ ഇറാൻ എന്ന് പറയുന്ന ത്രെട്ടിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് ഇസ്രായേൽ പോവുകയാണ് എന്നുള്ളതുമാണ് വിലയിരുത്തൽ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധങ്ങളുടെ പ്രശ്നങ്ങളും തിരിച്ചടികളും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ ഇറാനിലെ ഷിയ ഭരണകൂടം തങ്ങളുടെ പുതിയ പിൻഗാമിയെ പ്രഖ്യാപിക്കാനുള്ള അന്തിമ നീക്കങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അമേരിക്ക മറ്റൊരു ഗെയിം കൂടി ഇതിനിടയിൽ കളിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CIA ഉപയോഗിച്ചുകൊണ്ട് മറ്റു പല രാജ്യങ്ങളിലും പല കാലങ്ങളിലും അമേരിക്ക ചെയ്തതുപോലെ തന്നെ ഇറാനിലെ ഷിയൈറ്റ് ഭരണകൂടത്തെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കുകയും അവിടെ കുർദുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സർക്കാരിനെതിരെയുള്ള ഒരു അട്ടിമറി നീക്കമൊക്കെ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണത്. അതിനുള്ള പ്രാഥമിക ചർച്ചകൾ കുർദ് നേതാക്കളുമായി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതോടൊപ്പം തന്നെ CIA ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആയുധങ്ങളും മറ്റ് സാമ്പത്തിക സൈനിക സഹായങ്ങളും ചെയ്തു നൽകാനുള്ള തീരുമാനങ്ങളും മുന്നോട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം. അപ്പോൾ എന്തായാലും 5 ദിവസമായി ഈ യുദ്ധം തുടങ്ങിയിട്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ അശാന്തമായി പശ്ചിമേഷ്യ തുടരുമ്പോൾ ഗൾഫ് മേഖലയിലെ ആശങ്ക ഇന്ന് ദുബായിൽ വീണ്ടും ഡ്രോൺ ആക്രമണം എന്ന് പറയുമ്പോൾ അത് ചെറിയ സംഘർഷാവസ്ഥയല്ല, അല്ലെങ്കിൽ ഒരു സ്ഥിതി കൂടുതൽ ഗുരുതരമാകുന്നു എന്നുള്ള ഒരു ആശങ്ക അല്ലേ?
ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. എങ്കിൽ പോലും കൃത്യമായി ഗൾഫ് രാജ്യങ്ങൾ പ്രതിരോധിക്കുന്നുണ്ട് ഇറാന്റെ മിസൈലുകളെ. കൂടുതൽ ചർച്ചകൾ ഉണ്ടാകട്ടെ, എത്രയും വേഗം സമാധാനം പുലരട്ടെ എന്നുള്ളതാണ് നമ്മൾ